ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് DHC ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ടാണ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. നമ്മളെല്ലാവരും ഒരു JHA ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറപ്പായും കയ്യിൽ സൂക്ഷിക്കേണ്ട കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ ഹയർ അതോറിറ്റീസിന് കൈമാറേണ്ട റിപ്പോർട്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊരു ഷോർട്ട് ഫോമിൽ ഈസി ആയിട്ടുള്ള രീതിയിൽ ഇന്ന് നോക്കാം. അപ്പോൾ ഇതും എല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് ഇപ്പോഴത്തെ എക്സാമിനാണെങ്കിലും അത് നിങ്ങളുടെ പിന്നെയുള്ള JHA ആയിട്ട് പോകുമ്പോൾ ആണെങ്കിലും ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോ എന്താണ് റെക്കോർഡ്സ് എന്ന് നോക്കാം. റെക്കോർഡ്സ് ആർ യൂഷ്വലി ഡേറ്റ ഓർ റിട്ടേൺ ഇൻഫർമേഷൻ. റിട്ടേൺ ഇൻഫർമേഷൻ ഒരു നമ്മുടെ ഡെയിലി ഡയറിയിലോ നോട്ട്ബുക്കിലോ രജിസ്റ്ററിലോ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് ഈ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് അബൌട്ട് വർക്ക് ഡൺ. നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുണ്ട്. ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഉണ്ട്. എന്തൊക്കെ ഹെൽത്ത് എന്തൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ സാധനം ഉണ്ട് ഇല്ല എന്ന് അറിയണമെങ്കിൽ ഡയറക്റ്റ് ഒരു JHAയുടെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി എന്നാണ് ഒരു കോൺസെപ്റ്റ്. അത് തന്നെയായിരിക്കണം നമ്മളും ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ എന്തൊക്കെ ഹെൽത്ത് സർവീസ് റെൻഡർ ചെയ്തു എന്നെല്ലാം നമുക്ക് റെക്കോർഡ്സ് നോക്കി അറിയാൻ പറ്റും. റെക്കോർഡ് ഷുഡ് ബി ആക്യുറേറ്റ്. എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം, എപ്പോഴും ആക്സസിബിൾ ആയിരിക്കണം. ഒരു HIO HSO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡ് ആയിരിക്കണം. പിന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, നമ്മുടെ കയ്യിൽ എപ്പോഴും കാണണം. JHA സാറ് ആ ഫീൽഡ് ഡയറിങ് താ, അല്ലെങ്കിൽ ആ രജിസ്റ്ററിങ് താ, NCD രജിസ്റ്ററിങ് താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് ഈ റെക്കോർഡ്സിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഇസ് അർജന്റ് ആയിട്ട്. ഇപ്പൊ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരെയാണ്. അപ്പൊ ഒരു ഹയർ ഒഫീഷ്യൽ എപ്പോഴും വന്ന് നമ്മളടുത്ത് ചോദിക്കും, പെട്ടെന്നൊരു ഇൻഫർമേഷൻ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതിൽ എത്ര TB പേഷ്യന്റ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം. അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫീൽഡൊക്കെ പോയപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ഒരു JHA ഏറ്റവും മെയിൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് ഒരു ഫീൽഡ് ഡയറി ആണ് അല്ലേ. JHA മസ്റ്റ് കണ്ടെയ്ൻ എ ഫീൽഡ് ഡയറി. എപ്പോഴും ഒരു ഫീൽഡ് ഡയറി കണ്ടെയ്ൻ ചെയ്യണം. റെക്കോർഡ്സ് ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ഡെയിലി എന്തൊക്കെ ചെയ്തു. ഇപ്പൊ 10 മണി തൊട്ട് 12 മണി വരെ 10 വീട് വിസിറ്റ് ചെയ്തു. ആ വിസിറ്റ് ചെയ്ത വീടുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഫീൽഡ് ഡയറിയിൽ വേണം. ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോയി അവിടെ എന്തൊക്കെ വർക്ക് ചെയ്തു അതെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിനിക്കിലെയും ഇമ്മ്യൂണൈസേഷൻ ഡ്യൂട്ടി, ക്ലോറിനേഷൻ, ബർത്ത് ആൻഡ് ഡെത്ത്, കോൺട്രാസെപ്റ്റിന്റെ ഇത്, RT STD കേസിന്റെ ഐഡന്റിഫിക്കേഷൻ എല്ലാം നമ്മൾ ഒരു 9 to 4 ആണ് നമ്മുടെ ജോലി. ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു എന്ന് നമ്മൾ മസ്റ്റ് ആയിട്ടും ഫീൽഡ് ഡയറിയിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിന്റെയാണ് ഇതിന്റെ ഫീൽഡ് ഡയറിയുടെ ഇതിപ്പോ എല്ലാ ഹെൽത്ത് വർക്കേഴ്സും കീപ്പ് ചെയ്യേണ്ടതാണ്. JHA മാത്രമല്ല JPHനും ഫീൽഡ് ഡയറി ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഏരിയ മാപ്പ് നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരു വലിയൊരു മാപ്പ് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കും. കുറെ റോഡും കുറെ അത് നമ്മുടെ വാർഡിന്റെ അതിരൊക്കെ തിരിച്ച് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത്, അത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. പ്രിപ്പയർഡ് ബൈ JHA പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ്. എന്താണ് റെപ്രസെന്റ് എന്റെ അലോട്ടഡ് ഫീൽഡ് ഏരിയ, എത്ര ഫീൽഡ് ഏരിയ ഒരു JHAക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇപ്പൊ നമുക്കൊരു 3 സബ് സെന്ററും അതിൽ ഒരു 5-6 വാർഡൊക്കെ ആയിരിക്കും ഒരു JHAയുടെ റെസ്പോൺസിബിൾ ഏരിയ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് തനിക്കുള്ളതെന്ന് മനസ്സിലാക്കാനാണ് ഈ ഏരിയ മാപ്പ് പറയുന്നത്. അടുത്ത ബേസ് ലൈൻ ഡാറ്റ. ബേസ് ലൈൻ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് നമ്മുടെ JHAയുടെ ഒരു റെക്കോർഡിംഗ് ഫൈൻഡിങ്സ് ആണ്. ത്രൂ സർവേ നമ്മൾ ഹൗസ് സർവേസ് നടത്തി നമ്മളെ മനസ്സിലാക്കിയെടുത്ത ഇതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ആ പെർട്ടിക്കുലർ ഏരിയയിലെ എല്ലാ ഡീറ്റെയിൽസും ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം. അതായത് പോപ്പുലേഷൻ എത്രയുണ്ട്, ഹൗസസ് എത്രയുണ്ട്, ഷോപ്സ്, മാർക്കറ്റ്, എത്ര മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഉണ്ട്, എത്ര വെൽസ് ഉണ്ട്, ഈ വീട് ടെറസ് വീടാണോ, ഇത് കറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി വാട്ടർ ഒക്കെ ഉണ്ടോ, അങ്ങനെ ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസ് ഒരു JHAയുടെ ബേസ് ലൈൻ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കിട്ടണം. ഇതിപ്പോ എന്താണ് ഒരു ഹെൽത്ത് രീതിയിലെന്ന് മാത്രമല്ല, ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോലും ഈ ബേസ് ലൈൻ ഡാറ്റ ആയിരിക്കണം നമുക്ക് ഒരു അതോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പൊ ഇൻ കേസ് ഒരു പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ഈ ബേസ് ലൈൻ ഡാറ്റയിൽ നമുക്കൊരു പോലീസുകാർക്കോ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റണം. കാരണം അതിന് എല്ലാ ഈച്ച് ആൻഡ് എവരി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരു JHA, അതും ത്രൂ സർവേ. നമ്മൾ സർവേ എടുത്ത് നമ്മളായിട്ട് എടുക്കുന്നതാണ്. JPHന്റെ അല്ല, ആശയ വർക്കറിന്റെ അല്ല, നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ഫൈൻഡിങ്സ് ഒരു റെക്കോർഡിംഗ് ആക്കുന്നതാണ് ബേസ് ലൈൻ ഡാറ്റ. അടുത്തൊരു 3 രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് മെയിൻറ്റൈൻഡ് ബൈ ബോത്ത് JHAയും JPHനും. JHAയും JPHനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രജിസ്റ്റർ ആണ്. അതിൽ ഒന്ന് ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ.
ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ പേപ്പർ സൈഡിലുണ്ട്. ബേസ് ലൈൻ ഇൻഫർമേഷൻ ഓഫ് ഏരിയ. ഈ ബേസ് ലൈൻ ഇൻഫർമേഷൻ ആണ് ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ. അതിലും എല്ലാ ഇൻഫർമേഷനും കാണണം. അടുത്ത ഫാമിലി ഹെൽത്ത് സർവേ രജിസ്റ്റർ. ഫാമിലി ഹെൽത്ത് സർവേ രജിസ്റ്റർ ആണ് എവരി മെമ്പർ ഓഫ് ഫാമിലിയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ ഏജ് എന്താണ്, അവരുടെ ജോലി എന്താണ്, പഠിക്കുവാണോ, ഏജ് കാറ്റഗറി. ഇപ്പോ 0 to 1 ഉള്ള ഇൻഫന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, 1 to 5 ഉള്ള ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അങ്ങനത്തെ എല്ലാ ഫാമിലി ഹെൽത്തിന്റെ ഇതും വേണം. അടുത്ത കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ രജിസ്റ്റർ. അറിയാം, നമ്മുടെ ഹെൽത്ത് വർക്കർ എന്ന നിലയിൽ നമ്മുടെ ഒരു മെയിൻ ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇൻഫർമേഷൻ IEC ആക്ടിവിറ്റീസ്, IECയുടെ അബ്രിവേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന കേട്ടോ. ഏത് പേപ്പറിലായാലും സെക്കൻഡ് പേപ്പറിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് IEC ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ടോക്ക് ആക്ടിവിറ്റീസ്, ഫിലിം ഷോസ്. അങ്ങനത്തെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു JHയുടെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, കമ്മ്യൂണിറ്റിക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം ഒരു രജിസ്റ്ററിലാക്കുക. ഇത്രാം തീയതി ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇത്ര കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്ര ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചു കൂട്ടി അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തു എന്ന് കൊടുത്ത് അവിടെ നിന്ന് ഒരു സാക്ഷിയൊക്കെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങി എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു രജിസ്റ്റർ ആണ് ഈ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് JHയും JPHനും ബോത്തും അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അവർക്ക് രണ്ടുപേർക്കും ഈ രജിസ്റ്ററിൽ പങ്കുണ്ട് കേട്ടോ. എന്ന് പറയാം ഒന്നിച്ചല്ല, സെപ്പറേറ്റ്ലി ആണ്, ബട്ട് രണ്ടുപേരും ഈ 3 രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യണം. ഇത് സ്പെഷ്യലി മെൻഷൻ ചെയ്ത് നിങ്ങൾ എക്സാമിന് എഴുതുക. ഒന്ന് ജനറൽ ഇൻഫർമേഷൻ, അടുത്ത ഫാമിലി ഹെൽത്തും, അടുത്ത കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ. അടുത്ത വീണ്ടും JHA മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് രജിസ്റ്റർ ആണ് സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആണ് ഈ വെൽ ക്ലോറിനേഷൻ ഒക്കെ ചെയ്യേണ്ടത് അല്ലേ. ഈ വെൽ ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോറോസ്കോപ്പ് ഒക്കെ കൊണ്ടുപോകണം. നിങ്ങൾ സെക്കൻഡ് ഇയർ എൻവയോൺമെന്റ് സാനിറ്റേഷനിൽ പഠിക്കും. ക്ലോറോസ്കോപ്പും ഈ എത്ര ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കിട്ടി, ഒരു ഹയർ ഒഫീഷ്യൽ നമുക്ക് തന്നു, HS പറയണത് ഇതൊക്കെ നിങ്ങൾ വെച്ചോന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ റെക്കോർഡിങ് ആക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമുക്ക് എന്തൊക്കെ ഒരു HS ഇങ്ങോട്ട് തരികയാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെലവഴിച്ചു, എത്ര ക്ലോറിൻ എവിടെയൊക്കെ കൊടുത്തു എന്നെല്ലാം നമ്മൾ ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചെയ്യണം. ഈ സ്റ്റോക്ക് എന്നൊക്കെ പറയുമ്പോൾ അറിയാം പല ഇതാക്കാണ്. ചിലപ്പോൾ ഡോക്സി ആയിരിക്കും. ഡോക്സിസൈക്ലിൻ നമ്മളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ ഡോക്സിസൈക്ലിൻ നമുക്ക് എത്ര ടാബ്ലറ്റ് തന്നു, അത് നമ്മൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുത്തു, ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത് ഈ രജിസ്റ്ററിലാണ്. അടുത്ത് CD രജിസ്റ്റർ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അറിയാം ഏതൊക്കെ പേഷ്യന്റിന് അങ്ങനത്തെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടെന്ന് നമ്മൾ ചെയ്യണം. ഇനി 1-2 രജിസ്റ്ററിന് പ്രത്യേകം ഇത് വേണം കേട്ടോ, അത് പറഞ്ഞുതരാം. അടുത്ത ഇഷ്യൂ രജിസ്റ്റർ ഓഫ് കോൺട്രസെപ്റ്റീവ്. കോൺട്രസെപ്റ്റീവ്സിന്റെ ഇഷ്യൂ ചെയ്യേണ്ടത് എന്താണ് ഏതൊക്കെ കോൺട്രസെപ്റ്റീവ് നമ്മൾ കൊടുക്കുന്നു, എന്നാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ, പേഴ്സൺ ഹ്യൂം യൂസ്ഡ്, ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്തത്, അങ്ങനെ എല്ലാം നമ്മൾ ഇഷ്യൂ രജിസ്റ്ററിൽ നമ്മൾ എൻ്റർ ചെയ്യണം. അടുത്ത് 11ാമത്തത് വെൽ ക്ലോറിനേഷൻ രജിസ്റ്റർ ആണ് അല്ലേ. വെൽ ക്ലോറിനേഷൻ നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ വീട്, ഏതൊക്കെ വാർഡിൽ, ഏതൊക്കെ ഹൗസ് നമ്പറിൽ എത്ര വീട് ക്ലോറിനേറ്റ് ചെയ്തു, എന്തൊക്കെ ഡേറ്റിലാണ് ക്ലോറിനേറ്റ് ചെയ്തതെന്ന് എൻഷുർ ചെയ്യണം. NCD ക്ലിനിക്കിന്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലിനിക് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ഡെയിലി കേസ് രജിസ്റ്റർ ഫോർ ക്ലിനിക്സിലുള്ള ഇതും മൈനർ എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചെറിയ വയറുവേദന വന്നു അല്ലെങ്കിൽ വയറിളക്കം വന്നു, അപ്പൊ നമ്മൾ ORS കൊടുക്കുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ ഹെഡേക്ക് വന്നു, അങ്ങനത്തെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരാൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ മെഡിക്കൽ കണ്ടീഷൻ അല്ല, നോർമൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ. അടുത്ത ഈസി എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ MF2 എന്ന് പറയുമ്പോൾ മലേറിയ ഫോം 2 ആണ്. മലേറിയ ഫോം 2 അത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റർ ആണ്. ഏതെങ്കിലും മലേറിയ കേസൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്കേണ്ടത്. IDSP ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം രജിസ്റ്റർ. അടുത്ത ഡെത്ത് രജിസ്റ്റർ വേണം, ഡിസബിലിറ്റി രജിസ്റ്റർ വേണം, മൈഗ്രന്റ് രജിസ്റ്റർ വേണം. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇപ്പോൾ തൊഴിലാളികൾ ഒരുപാടുണ്ട് അല്ലേ, അപ്പൊ അവർക്ക് വേണ്ടി കീപ്പ് ചെയ്യാൻ പറ്റിയ രജിസ്റ്റർ വേണം. വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ രജിസ്റ്റർ മസ്റ്റ് ആണ്. പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസ് രജിസ്റ്റർ. സ്കൂൾ ഹെൽത്തിന് ബുക്ക് വേണം, സ്കൂൾ ഹെൽത്തിന്റെ ബുക്ക് വേണം. ഇൻസ്പെക്ഷൻ ബുക്ക് വേണം. നമ്മൾ എവിടെയെങ്കിലും ഒരു അംഗൻവാടിയൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ അവിടത്തേക്ക് ഒരു ബുക്ക് വേണം. ഇൻഡിവിജ്വൽ രജിസ്റ്റർ ഫോർ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഓരോ ഹെൽത്ത് പ്രോഗ്രാംസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രജിസ്റ്റർ വേണം. ഇപ്പൊ വെക്ടർ കൺട്രോൾ സ്റ്റഡിക്ക് ഒരു രജിസ്റ്റർ വേണം, ബ്ലൈൻഡ്നെസിന്റെ പ്രോഗ്രാം ആണെങ്കിൽ അതിനൊരു രജിസ്റ്റർ വേണം, മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആണെങ്കിൽ അതിനൊരു രജിസ്റ്റർ, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാ പ്രോഗ്രാംസിനും ഒരു രജിസ്റ്റർ വേണം. അപ്പൊ ഇത്രയാണ് 10-22 രജിസ്റ്റർ ഉണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി ഈസി ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. പോയിന്റ് ഔട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് എഴുതുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഒരു 10 ഓർമ്മ ഒന്നുണ്ടോ എന്ന് വിചാരിക്കുക. ബാക്കി ആ 10 ഓരോ എക്സ്പ്ലനേഷൻ ഒന്ന് ചെറുതായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു ഇതായിട്ട് രീതിയിലാണ് കൊടുത്ത് ആ ഒരു പേപ്പർ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. ഈസി മാർക്സ് ആണത്.
അടുത്ത റിപ്പോർട്ട്സ്. ദ ഡ്യൂട്ടി ഓഫ് ഹെൽത്ത് വർക്കർ, JHയുടെ ഹെൽത്ത് വർക്ക് നമ്മൾ ചെയ്തതിന് ശേഷം, രണ്ടിടത്തും ഭാഗ്യം നമ്മൾ നിർവഹിച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒരു റിപ്പോർട്ട് ആക്കണം. നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, കറക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് ഒരു ഫോർമൽ രീതിയിൽ ഒരു ഫോർമാറ്റിൽ ആക്കി ഒരു റിപ്പോർട്ട് ആക്കണം. ഈ റിപ്പോർട്ട് എപ്പോഴും നമ്മൾ എന്താണ്, ഒരു ഹയർ അതോറിറ്റിയെ കൊണ്ട് കൗണ്ടർ സൈൻ ചെയ്യിക്കണം. ഒന്നുകിൽ HA ആയിരിക്കാം, അല്ലെങ്കിൽ HS ആയിരിക്കാം, അല്ലെങ്കിൽ MO ആയിരിക്കാം. ഈ റിപ്പോർട്ട് എല്ലാം നമ്മൾ ചെയ്ത ആക്ടിവിറ്റി എല്ലാം വെച്ച് നമ്മളൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ഫോർമാറ്റിലാക്കി അത് നമ്മൾ എന്താണ്, നമ്മൾ ചെയ്ത് കഴിയുന്ന രീതിയിൽ നമ്മൾ ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് പേപ്പർ ഫോമിലായിരിക്കും, ചിലപ്പോൾ ഓൺലൈൻ മീഡിയസിലൊക്കെ ആയിരിക്കും കേട്ടോ. ഈ മന്ത്ലി ടൂർ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം എന്തൊക്കെ ചെയ്തു, ഒരു മാസം ഇന്ന തീയതി തൊട്ട് ഇത്രയും തീയതി വരെ ഫീൽഡ് വർക്ക് ചെയ്തു, അടുത്ത ഇത്ര ദിവസം ക്ലിനിക്ക് ചെയ്തു, അടുത്ത ഇത്ര ദിവസം ഇത് ചെയ്തു, അങ്ങനത്തെ നമ്മൾ എന്തൊക്കെ ഒരു മാസം ചെയ്തു അതിനാണ് ഈ ടൂർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ടൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ അർത്ഥമൊന്നും തോന്നണ്ട. ടൂർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസം നമ്മുടെ റിക്രൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ എന്തൊക്കെ ചെയ്തു എന്ന് കാണിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം വെച്ച് റിപ്പോർട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ ഇത്. അഡ്വാൻസ് ടൂർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡിസംബർ മാസമാണ്. ഞാനിപ്പോ ഡിസംബർ മാസം അവസാനം നമ്മുടെ HAക്ക് ഒരു പേപ്പർ കൊടുക്കണം. ഞാൻ അടുത്ത ജനുവരി മാസത്തിൽ മൊത്തം എന്തൊക്കെ ചെയ്യും, മൊത്തം 200 ഹൗസ് വിസിറ്റ് നടത്തണം, ഇത്ര വെൽ ക്ലോറിനേറ്റ് ചെയ്യണം, എങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് തന്നെയാണ് അഡ്വാൻസ് ടൂർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡെയിലി വർക്ക് അബ്സ്ട്രാക്ട്, നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കിന്റെ അബ്സ്ട്രാക്ട്. റിപ്പോർട്ട് ഓഫ് വീക്ക്ലി വെക്ടർ സ്റ്റഡി കൊതുകിന്റെ ഒക്കെ സ്റ്റഡി നമ്മൾ വീക്ക്ലി കൊടുക്കണം. IDSPയുടെ വീക്ക്ലി കൊടുക്കണം, വീക്ക്ലി റിപ്പോർട്ട് കൊടുക്കണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആക്ടിവിറ്റി നമ്മൾ രജിസ്റ്ററിലും കീപ്പ് ചെയ്യണം. അതിന് ശേഷം ഒരു പേപ്പറിൽ ആക്കി ഒരു റിപ്പോർട്ട് ആക്കി കൊടുക്കുകയും വേണം. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ മന്ത്ലി റിപ്പോർട്ട് കൊടുക്കണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. അടുത്ത NMEP, നാഷണൽ മലേറിയ എലിമിനേഷൻ പ്രോഗ്രാം ആണ് NMEP. അതിന്റെ ഒരു റിപ്പോർട്ട് വെക്കുക. മൈഗ്രൻസിന്റെ റിപ്പോർട്ട് കൊടുക്കുക. NLEP, നാഷണൽ ലെപ്രസി എലിമിനേഷൻ പ്രോഗ്രാം, അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക. NCD മന്ത്ലി റിപ്പോർട്ട് കൊടുക്കണം. മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിനുണ്ട് റിപ്പോർട്ട്. പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് എല്ലാത്തിനും റിപ്പോർട്ട് കൊടുക്കണം. പിന്നെ മന്ത്ലി ഡെത്ത് ആൻഡ് ആക്ഷൻ പ്ലാൻ, എന്തെങ്കിലും ഡെത്ത് ഒക്കെ നമ്മുടെ നമ്മുടെ ഏരിയാസിൽ നമുക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഏരിയാസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇത് എഴുതി, ഇന്ന HIDയിലെന്നാണ്, ഇന്ന ദിവസം ഇന്ന ഇതൊക്കെ വെച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയാസിലൊക്കെ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എഴുതി നമ്മുടെ ഹയർ ഒഫീഷ്യലിന് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇതിന്റെ ഒരു കോപ്പി എപ്പോഴും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ നമ്മളും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറന്നു പോകും നമ്മൾ ഏതൊക്കെ റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ ഇതെല്ലാം ഒരു കോപ്പി ആയിട്ട് നമ്മുടെ ഒരു ഡയറിയിൽ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോ റെക്കോർഡ്സ് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. റിപ്പോർട്ട്സ് നമ്മളൊരു ജോലി കഴിഞ്ഞതിന് ശേഷം, നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു റിപ്പോർട്ടാക്കി, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഓഫ് കോഴ്സ്, ഫീൽഡൊക്കെ പോകുമ്പോൾ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റിപ്പോർട്ട് എഴുതി ആരുടെയെങ്കിലും ഒരു ഹയർ ഒഫീഷ്യലിന്റെ ഒരു കൗണ്ടർ സൈനോടെ അത് കീപ്പ് ചെയ്യുക. അപ്പോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വേർഡ്സ് ഒക്കെ തന്നെയാണ്. ആ MF2 രജിസ്റ്റർ ഒക്കെ ആ വേർഡ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പുതിയ വേർഡ് ആയിരിക്കും. ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് എഴുതുക. അപ്പോ വീണ്ടും അടുത്ത ഈസി മാർക്സിന്റെ ഈസി ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.